മച്ചമ്മീസിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ സനു, നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണ്? നമ്മൾ ഇന്ന് അച്ചാച്ചൻ പറഞ്ഞൊരു ഐഡിയ ആണ്. പണ്ട് കാലത്ത് പഴം പഴുപ്പിക്കുന്നത് വലിയൊരു കുണ്ട് വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഇട്ടിട്ടാണ് പഴുപ്പിക്കുന്നതെന്നാ പറയല്. അതേപോലെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോവാന്ന്. കൊലയെടുത്തു അല്ലതാ. അപ്പൊ സൺഷെയ്ഡ് ചാർന്നിട്ടാ ഉള്ളേ. നമുക്ക് ആടെ പോയിട്ട് എനിക്ക് കൊത്താം. ഓക്കെ. അപ്പൊ എല്ലാരും കൊല താഴെന്ന് കൊത്തല്. നമ്മളിപ്പോ കൊലേന്റെ അടുക്ക് എത്തിയിട്ടാണ് കൊല കൊത്തുന്നത്. ബൈലോട് തുള്ള വീണ തീർന്നു കിട്ടാ പണി. അടുത്ത ഞാൻ അപ്പൊ നമുക്ക് വായന്റെ ഇലയെല്ലാം കൊത്തിയിട്ട് വെയിറ്റ് ഒന്ന് കളയാ. ഒരു കായ് കൊത്തിയിട്ട് മൂത്ത് നോക്കാം. നല്ല ഉപ്പുണ്ട്. കൊത്തിക്കോ. പിടിക്കണ്ടേ? വെയിറ്റ് ഉണ്ടാ, ഞാൻ അടക്കം പോവാ. എടുത്ത് മുകളിലേക്ക്. ഞാൻ കുടുങ്ങിയില്ല. കത്തി വെക്കണേ. ഓക്കെ. അപ്പൊ കൊലയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് വാഴയില എടുത്തിട്ട് കൊണ്ടുവയ്ക്കുന്നിടത്തേക്ക് പോവാ. അപ്പൊ കൊലയും വാഴയിലും എത്തിയിട്ടുണ്ട്. അപ്പൊ അടുത്ത പരിപാടി കൊണ്ടുവയ്ക്കലാണ്. കൊണ്ടുവയ്ക്കാൻ ഫുള്ളാവോ നമുക്കറിയില്ല. വേണമെങ്കിൽ അച്ചാച്ചനെ വിളിക്കാം. അപ്പൊ തേജു നമുക്ക് കൊത്തിയാലോ? ഓക്കെ. നേരത്തൊന്നും കുത്തലാട്ടാ, ഇങ്ങോടും. കുറച്ച് പണിയും കിട്ടാം. എടാ മഞ്ഞളോ കിട്ടാ. അച്ചാച്ചൻ നട്ടേ ഒന്ന്. അയ്യോ ചത്താ. ഇത് അതിന്റെ അടുത്തോ? ഞാൻ ഇല്ല, ഞാൻ ഒന്നും കൂടി തരൂ. കൊത്തു സനു നോക്കിക്കല്ല. ഞാൻ തളർത്തുന്നില്ല, അതുകൊണ്ടാണ് നടക്കുന്നത്. തളരാത്തോണ്ട്. അപ്പൊ ഈ കുഴി റെഡി ആകുമ്പോഴത്തേക്ക് ഇതിന്റെ മുകളിൽ വെക്കാനുള്ള ഒരു പലക വേണം. അപ്പൊ ഞാൻ പലക എടുത്തിട്ട് വരാം. അവ കുറച്ച് പല കിട്ടിയിട്ടുണ്ട്. പണ്ട് കാലത്ത് ഈ പല വെച്ച് ചെല്ലാക്കല് വാഴ തടയിനെ കൊണ്ടാണ്. നമുക്ക് അത്രയൊന്നും വാഴ തടി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പല വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ കൊത്താം. കുറച്ചല്ലേ, ഫുള്ളും കൊത്തിയിട്ട് ഫുള്ളൊന്ന് നോക്കാം. തളർന്നുപോയി. അപ്പൊ കുഴി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ഇനി കുറച്ച് പുക ആവശ്യമുണ്ട്. അതിനായി നല്ല ചേരി പുകയാണ് നല്ലത്. അത് ഞാൻ കുറച്ച് ചേരി എടുത്തിട്ട് വരാം. അപ്പൊ നമ്മളെ കിച്ചുവും കൂടി സ്കൂളും വിട്ട് വരുന്നുണ്ട്. ഇനിയുടെ ചൊറയായിരിക്കും. ഇനി 108 ചോദ്യമായിരിക്കും കിച്ചുവിന്റെ ആക. കിച്ചോ, ഇത് നമ്മള് മൈസൂർ കായ് പഴുപ്പിക്കേണ്ട പരിപാടിയാണ്. പണ്ടില്ലേ, പിന്നെ അച്ചാച്ചനെല്ലാം, നിന്റെ അച്ചാച്ചനല്ല, പാപ്പൻ്റെ അച്ചാച്ചനെല്ലാം പണ്ട് ഇങ്ങനെയാണ് ഒരു കായ് പഴുപ്പിച്ചത്. പിന്നെ കുയ്യെല്ലാം കുഴിച്ചിട്ട് അതിൻ്റെ അകത്ത് കായ് വെച്ചിട്ട്, അതാണ് അവര് തേജുവാട്ടനും സനുവാട്ടനും കൂടി അങ്ങനെ പഴുപ്പിക്കേണ്ട പരിപാടിയിലാണ്. ശരിക്കും ഇത്രയൊന്നല്ല കുഴി വേണ്ടത്. അമ്മമ്മ കുറച്ച് കുഴിച്ചു തന്നിന്. പിന്നെ അമ്മമ്മ തളർന്നിട്ട് അവിടെ പോയിരുന്നു. ഇനി നമ്മളാണ് ബാക്കി കുഴിക്കണ്ടേ. ഫുള്ളാവുക അറിയില്ല, ആവുന്നത്ര നമുക്ക് കുഴിക്കാം.
ഇനി അതിലൊന്ന് ചൂടാക്കി എടുത്തിട്ട് പിക്കാസാള വെക്കടാ. തുടങ്ങിയ പിന്നെ ആ നീ ഓൻ പറഞ്ഞു തുടങ്ങി ഇത്ര നേരം ഒരു അലമ്പും ഉണ്ടായിട്ടില്ല. ഏയ് ഒന്നുമില്ല. അപ്പൊ നമ്മളെ കുഴിയെല്ലാം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വാഴയില വെച്ചിട്ട് അതിന്റെ മുകളിൽ കൊല വെച്ചിട്ട് മണ്ണിട്ട് നികത്താം. വന്നപ്പാടെ ഒരാൾ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിവിടെ കുഴി വെച്ചിട്ട് അതേപോലെ അടയാക്കാൻ നോക്കുന്നുണ്ട്. എന്താ ഉദ്ദേശം എന്താന്ന്? ഇവിടുന്ന് തന്നെയല്ലേ? എന്നാ ആ മണ്ണ് അപ്പൊ ഇതേപോലെ നമ്മൾ സൈഡെല്ലാം ലെവലാക്കിയിട്ട് ഇല വെക്കണം. അപ്പൊ കൊല വെക്കണ്ട കുഴിയായിട്ടുണ്ട്. ചെറിയ കുഴിയാണ്, കൊല ചെറുതായിട്ട് കുഴപ്പമില്ല. എടുത്താടാ. എല്ലാം വെച്ച് കൊലയും വെച്ച് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ആവശ്യമുള്ള പുക നമുക്ക് ആക്കാം. അതിന് ചേരി കത്തിക്കാം. അപ്പൊ പുക റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിൽ പെട്ടെന്ന് ഇതിന്റെ മുകളിൽ വെക്കേണ്ട പല വെച്ച് റെഡിയാക്കാം. അപ്പൊ പുക റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തുനിന്ന് ഒരു പല മാറ്റിയിട്ട് ഇറക്കി വെക്കാം. കൊലക്ക് കുറച്ച് സൈഡോട്ടായിട്ട് വെക്കണം. കൊലക്ക് മുട്ടാൻ പാടില്ല. സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിൽ മണ്ണിടണം. മണ്ണിടുമ്പോ മണ്ണ് ഇതിന്റെ ഉള്ളിൽ എത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വാഴയില വെച്ചിട്ട് മൂടാം. അപ്പൊ നമ്മള് വാഴയെല്ലാം വെച്ച് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിൽ മണ്ണ് ഇടണം. അപ്പൊ നമ്മളെ കുയ്യെല്ലാം മൂടിയിട്ടുണ്ട്. പക്ഷെ ഈ നാട്ടില് കുറുക്കന്റെ ശല്യം അധികമാണ്. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ മുകളിൽ ഷീറ്റ് എടുത്ത് വെക്കാം. നമുക്ക് കുറുക്കനെ വേഗം മാന്തി എടുക്കാൻ കഴിയില്ല. അങ്ങോട്ട് കിച്ചു. ഇത് കളിച്ചില്ലെങ്കിൽ ചിലപ്പോ നമ്മൾ തന്നെ കൊല കുറുക്കണം. നമ്മളെ പരിപാടിയുടെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അച്ചാച്ചൻ പറഞ്ഞ പ്രകാരം 3 ദിവസം കഴിഞ്ഞിട്ടാകുമ്പോ എടുത്തു നോക്കിയാലാണ് ഇത് കിട്ടുവാന്നാണ്. അപ്പൊ ഇത് കിട്ടുവാന്ന്. അപ്പൊ നമുക്ക് 3 ദിവസം കഴിഞ്ഞിട്ടാകുമ്പോ തുറന്നു നോക്കാം. നമ്മള് കൊല പഴുപ്പിക്കാൻ വെച്ചിട്ട് 3 ദിവസം ആയിട്ടുണ്ട്. അപ്പൊ എന്താവുമെന്ന് അറിയില്ല, പഴുക്കോ കെടുവോന്ന് അറിയില്ല. അപ്പൊ എന്തായാലും തുറന്നു നോക്കല്ലേ നമുക്ക്. ആദ്യം ഇതെല്ലാം എടുത്ത് മാറ്റാം. ഇത് നല്ല മണലും വരുന്നുണ്ട്. പഴുപ്പിന് വന്ന് നോക്കാം. എടുത്തേജു ഫുൾ പഴുത്തിട്ടുണ്ട്. മണലും വരുന്നുണ്ട്. മണലും വരുന്നുണ്ട്. അപ്പൊ മണ്ണെല്ലാം ഏകദേശം മാറിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പലയെടുത്ത് മാറ്റാം.
വേറെ ഫുള്ള് കഴിച്ചിട്ടുണ്ട്. നല്ല ഫുള്ള് അടിപൊളിയായി. പണി വാളിട്ടൊന്നുമില്ല. പുകയെല്ലാം കുറച്ച് കഴിഞ്ഞ പറഞ്ഞ തീർന്നിന് പോന്ന്. ഫുൾ പഴുത്തിട്ടുണ്ട്. പണിയൊന്നും പാളി പോയിട്ടില്ല. സൂപ്പർ ആയിട്ടുണ്ട്. തിന്നോക്കണ്ടേ? ഇപ്പൊ ഫുള്ളായിട്ട് പഴുത്തിട്ടുണ്ട്. ഈ പുക വെച്ചാലുള്ള ഗുണാന്ത് നല്ലോണം എല്ലാം നല്ലോണം പഴുക്കും. ഫുള്ള് ഒറ്റയടിക്ക് പഴുക്കും. പഴുത്ത പഴത്തിന്റെ മണം കെടുത്ത് ഒരാളിവിടെ വന്നിട്ടുണ്ട്. കിച്ചെത്തിയിട്ട് പോലെ നല്ല പഴുത്തിട്ടുണ്ട് തോന്നുന്നു. കിച്ചൊന്ന് ദൂരെ മാറിക്കുന്ന ഒന്നിരിഞ്ഞു തിന്നോ. തിന്നോടാ. അതാ നോക്കിയാട്ടെ ഭയം. പഴുപ്പിച്ച നമുക്കൊന്നും നോക്കണ്ടേ. അയ്യോ എന്തായാലും അടിപൊളിയായിട്ടുണ്ടല്ലേ. ഫുള്ളായിട്ട് പഴുത്ത് തന്നിന്. പൊളിച്ചിന് ഒറ്റയടിക്കന്നെ. നമ്മള് പണി പാളിപ്പോകുന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. എന്തായാലും അത് സംഭവിച്ചിട്ടില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. കാരണം ഇത് കൃത്യമായിട്ട് എത്ര ദിവസം വെക്കണ്ടേന്നുള്ളത് നമുക്കറിയില്ല. നമ്മൾ ഏകദേശം ഒരു 3 ദിവസം അങ്ങനെ വെച്ചതാ. 3 ദിവസം കഴിഞ്ഞല്ലേ ഇന്നേക്ക്. 4ാമത്തെ ദിവസം അങ്ങനെ ആയി. നല്ലോണം പഴുത്തിട്ടുണ്ട്. ഇതാ കുലിക്കാ തന്നെ വീകും. അതുകൊണ്ട് ബാക്കി നല്ല പഴുത്തതെല്ലാം കുറച്ച് വീട്ടില്ല, തൊട്ടടുത്ത വീട്ടിലെല്ലാം കൊടുക്കാനുണ്ട്. അവര് എങ്ങനെയുണ്ട് ഇത് ചോദിക്കണം. അപ്പൊ ഇത് ഇങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല, നമ്മള് പറയുന്നല്ല. ഇങ്ങനെയും കൊല പഴുപ്പിക്കാന്ന് നമ്മൾ പറയുന്നത്. നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഈ വീഡിയോ നമ്മൾ സമർപ്പിക്കാം. അപ്പൊ ഇങ്ങനെയും നല്ല കൊല പഴുപ്പിക്കാവുന്ന ഒരു പണ്ടൊരു രീതിയുണ്ട്. ആ ഒരു രീതി ജനങ്ങളിലേക്ക് കൂടി എത്തിക്കുക. അല്ലാണ്ട് നിങ്ങൾ നാളെ തന്നെ കൊണ്ടുപോയിട്ട് ഇതേമാതിരി കൊണ്ടും കുഴിച്ചിട്ട് പിന്നെ കൊല പഴുപ്പിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ പറയുന്നത്. ഇങ്ങനെ ഒരു രീതി ഉണ്ട് എന്ന് നമ്മളെ പിന്നെ സബ്സ്ക്രൈബേഴ്സിലും വ്യൂവേഴ്സിലും എല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു തരത്തിൽ പഴുപ്പിക്കുന്നത് അല്ലേ. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാനായില്ലേ. അപ്പൊ ഇത് പിന്നെ ഈ വീഡിയോ നമ്മളൊരു ചെറിയ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർക്കെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാണ്. ബൈ. അപ്പൊ കൊലയെല്ലാം നല്ലോണം പഴുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോരോ വീട്ടിൽ കൊടുക്കാം. മുറിക്കാനില്ലേ, മുറിക്കൊന്നും അത്രയൊക്കെ പഴുത്തിട്ടുണ്ട്. നല്ലോണം അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ലോണം പഴുത്ത് നമ്മളെല്ലാം ഓരോ സ്ഥലത്തേക്കായിട്ട് ഓരോ വീട്ടിലേക്കായിട്ട് പാക്കറ്റാക്കി കൊടുക്കുന്നു. കാരണം നമ്മൾ മാത്രം ടേസ്റ്റ് അറിഞ്ഞാൽ പോരല്ല. അത് കിച്ചുവിൻ്റെ വീട്ടിലേക്ക്, കിച്ചു വീട്ടിൽ തന്നെ കൊണ്ട് കൊടുക്കണേ. അത് അസിയച്ചിക്കാം. എന്നാൽ അസിയച്ചിക്ക് പകുതിക്ക് തിന്ന് തീർക്കാറായി കിച്ചു. അങ്ങ് വീട്ടിലെത്തിക്കണോ?